ഇതെന്താണ് നിന്റെ ശവക്കല്ലറെ? ശവക്കല്ലറയല്ല, ബോബി ജോൺ ഇവിടെ താമസിച്ചിരുന്നെന്നുള്ളതിന്റെ സ്മാരകമാണ്. നിനക്ക് വേണോ? ഓ വേണ്ട. എടി, ഞാനൊരു സോളോ ട്രിപ്പ് പോയാലോന്ന് ആലോചിക്കാം. ഖരഗ്പൂർ പോകുന്നതിന് മുന്നേ. എങ്ങോട്ടാ? ഞാനുണ്ട്. സോളോ ട്രിപ്പിനാ. ഓ, എന്താ പ്രശ്നം എന്നറിയോ? അച്ഛൻ സമ്മതിക്കില്ല. അല്ല, എങ്ങോട്ട് പോകാനായിരുന്നു മോളുടെ പ്ലാൻ? കേക്കട്ടെ. മൂന്നാർ മേ ബി. ബ്രോ, മൂന്നാർ ഇസ് ലൈക്ക് റൈറ്റ് ഹിയർ. നീ മിനിമം ഗോവ പിടിക്കേ. ഉവ്വ്. തൽക്കാലം ഞാൻ ഒന്ന് കോളേജ് ഇറങ്ങിയിട്ട് വരാം. ഇപ്പോഴോ? എടാ, നമുക്ക് ഇറങ്ങാറായി. ഇപ്പം വരാടോ. എനിക്ക് ഈ ലൈബ്രറി ബുക്ക് തിരിച്ചു കൊടുക്കണം, സൂസൻ മാഡത്തിനെ കാണണം, അങ്ങനെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പരിപാടീസ് ഉണ്ട്. ഇത്ര ദിവസം ഉണ്ടായിട്ട് നിനക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല. ചേട്ടാ ചൂടാവല്ലേ, ഒരു ലാസ്റ്റ് ഡേ ട്രിപ്പ് അത്രേ ഉള്ളൂ. നീ സെറ്റാവും, ഞാൻ ഇപ്പോൾ വരാം. ഹലോ എന്തൊക്കെയുണ്ട്? ഓ, എന്ത് പറയാനാടാ, ഫുള്ള് കട്ടപ്പോകയാണ്. ഞാൻ ഇതെല്ലാം നിർത്തി വെച്ച് വല്ല പണിക്കും പോയാലെന്ന് ആലോചിക്കാണ്. ഏയ്, സ്പിരിറ്റ് വിടല്ലേ, പേപ്പറൊക്കെ ക്ലിയർ ആയിക്കോളും. നിനക്കിന് എത്ര സപ്ലൈ ഉണ്ട്? 31. ആ ബെസ്റ്റ്. നെയ്യും എന്തെങ്കിലും പണി കണ്ടുപിടിച്ച് വെച്ചോ. ഞാൻ ഒന്ന് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം, എന്നിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കണം. ആ അതെ, ഉച്ചയ്ക്ക് ഊണ് എൻ്റെ വീട്ടിലാട്ടോ. എന്തോ അമ്മാമ്മയുടെ ബർത്ത്ഡേയാ. എടാ, മെസ്സിൽ വെച്ചെന്നത് പ്രശ്നം ഉണ്ടായോ? ആ വാർഡൻ ഇപ്പം വിളിച്ചിരുന്നു. എന്താ നടന്നത്? കാര്യം എന്താണെന്ന് പറയാം. അതൊന്നുമില്ല അച്ഛാ, അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യം. കോളേജിൽ നിന്നേ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാലേ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കേ. ആ, എനിക്ക് നിന്നെക്കുറിച്ച് വലിയ മോഹങ്ങളൊന്നുമില്ല. ആ ഡിഗ്രി ഒന്ന് എടുത്തു കാണണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയോ പാട്ടോ എന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ ഡിഗ്രി ഒന്ന് എടുത്തിട്ട് പോരെ. നീ കേൾക്കുന്നുണ്ടോ? ഏതായാലും ടെൻഷനൊന്നും വേണ്ട. നീ അമ്മേനൊന്ന് വിളിക്കട്ടോ. വിളിക്കാം. എന്നാ വെച്ചോ, ഉള്ള സമയം വല്ലതിരുന്ന് പഠിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വല്ല ആർട്സിലും ചെന്ന് ജോയിൻ ചെയ്യും. അതിനെതിരെ എത്ര കൺഫ്യൂഷൻ. ഹായ് ചേച്ചി. നിങ്ങൾ ഏത് ഇയറാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ. ചേച്ചി എന്നാ പോണേ? കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. നിനക്കറിയില്ലേ, നമ്മുടെ ലേഡി റപ്പാ. നീ ധൈര്യമായിട്ട് വീട്ടിൽ കാര്യം പറ, നമുക്ക് പറഞ്ഞെടുത്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേ മനസ്സിലാതെ എന്നെ കൊണ്ട് നടക്കൂല ഈ പരിപാടി. അന്നേ നിർത്തി പോയാൽ മതിയായിരുന്നു. അപ്പോൾ വീട്ടുകാരും ഒന്നും തള്ളും. ഈ തള്ളുന്നവർക്ക് അറിഞ്ഞൂടാലോ വലിക്കുന്നവൻ്റെ വിഷമം. ഓരോ അലമ്പ് സീന്. എടുക്ക് വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നും. എങ്ങോട്ട് പോവാൻ? ദേ, നീ അടുത്ത 6 മാസം ഇരുന്ന് മര്യാദയ്ക്ക് പഠിക്കുക. പറ്റാവുന്നത്ര പേപ്പർ ക്ലിയർ ചെയ്യണം. തുണ്ടെല്ലാം വെച്ചൊരു പിടി പിടിക്കുക, ശരിയാവും. നീ എന്താ എന്ത് പറഞ്ഞാലും ഈ തുണ്ട് തുണ്ട് തുണ്ട്. ഞങ്ങൾ ഇറങ്ങുവാണേ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമേ. ട്യൂഷൻ കഴിഞ്ഞ എത്താം. ഓക്കെ ഓക്കെ, ശരി. ആ ബോർഡിന് എന്നെ കൈ കിട്ടിയാണ്ടല്ലോ, എന്നെ ബാൻ ചെയ്യും പോലും. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. മുമ്പേ കോളേജ് ബൈക്ക് കയറ്റിയാ നമ്മുടെ ജോബിക്ക് വാണിംഗ് കിട്ടിയത്. നിനക്ക് കയറണോ കോളേജിൽ ബൈക്കുമായിട്ട്? പിന്നെന്ത്, ഇനി അവരെന്ത് ചെയ്യാൻ? കോഴ്സ് കഴിഞ്ഞില്ലേ? എന്നാ വാ, കയറി അവരെന്ത് ചെയ്യും നോക്കാം. എന്നാ പൊളിക്കാം. കുഴപ്പമാവോ? നീ വാടാ. ഇവിടെ ഇതുവരെ വീട്ടിൽ പോയില്ലേ? ഒന്ന് സോറി പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നല്ലേ നീ പറഞ്ഞേ? നീ പോയി പറ. ഒന്നും ശരിയാവില്ലടാ. വെറുതെ ഈ കുടിച്ച സമയങ്ങളല്ല കേട്ടോ. നീ പോയി പറ, പോ. പെട്ടെന്നാവട്ടെ. പോ പോ പോ.
ഗായത്രി നമുക്കൊന്ന് ക്യാൻറ്റീനിലേക്ക് ഇരുന്നാലോ? എനിക്ക് പോവാൻ ടൈമായി. ബോബി അവിടെ അലമ്പുണ്ടാക്കണ്ടാവും. എന്താ റോഷന് പറയാനുള്ളത്? ബോബി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ്. ഓട്ടോ വരാൻ ഇനി ലേറ്റ് ആവുമല്ലോ, ഒരു 5 മിനിറ്റ് നമുക്ക് ഇരിക്കാം. ഇന്നലെ വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഗായത്രി കണ്ടില്ല എന്ന് തോന്നുന്നു. വിശാൽ, രണ്ട് ദിവസമായി വിളിക്കണ. വിളിച്ചൊന്ന് ഫോൺ എടുത്തൂടെ? എത്ര മെസ്സേജായി അയക്കണ? സ്കിറ്റൊന്നും ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല തന്നെ. സ്കിറ്റ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചൊന്ന് ഫോൺ എടുത്തൂടെ? അതൊരു ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. നീ എന്തെങ്കിലും ഒന്ന് പറ. നമ്മുടെ അക്കാഡമിക് സിമിലറാണ്, പിന്നെ ജോബ് പ്രൊഫൈലും ഒരേപോലെ ആയിരിക്കും. കരിയർ ഗ്രോത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വല്ലതും കഴിച്ചാലോ? വെറുതെ കുറച്ച് വീട്ടുകാർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞാനിത് പറയാനായിട്ട് ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്തതല്ല, പക്ഷെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് മിസ്സാവുന്നൊരു തോന്നി. റോഷൻ, ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. അല്ല, എനിക്ക് തിരക്കില്ല, താൻ ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ടൈം. കറക്റ്റ് ഒരു പ്ലാനും ഷെഡ്യൂളൊക്കെ വേണം. എംടെക്കിൻ്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്താലേ ലീഡ്സ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഹോൾസെയിൽ സാറിൻ്റെ അടുത്ത് പോയാൽ പാസ്സാവാം, ഷുവറാ. ഈവനിങ് ഒക്കെ വേണമെങ്കിൽ ഞാനും ഹെൽപ്പ് ആക്കാം. ജസ്റ്റ് റിലാക്സ്, എല്ലാം ശരിയാവും. അച്ഛനിപ്പോൾ കൊച്ചിയിലായിട്ട് കുറച്ച് ആളായില്ലേ? 3 വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ? എന്ത് പ്രോബ്ലം? അല്ല, എനിക്ക് US സെറ്റിൽ ചെയ്യണമെന്നൊന്നുമില്ല, തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ. സുന്ദരേട്ടാ, ഒരു കട്ടൻ കടുപ്പം കൂട്ടി, നല്ല മധുരം ആയിക്കോട്ടെ. ഞങ്ങളൊരു സീരിയസ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചോ? ഇത് കോളേജ് ക്യാൻറ്റീനല്ലേ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? ഗായത്രി, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ആ, നിങ്ങൾ അവിടെ പോയിരിക്കും, ഞാനും കൂടെ വന്നിരിക്കാം. വിശാൽ, നീ പിന്നെയും തുടങ്ങിയോ? എന്ത് തുടങ്ങിയോന്ന്? എനിക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാൻ പറ്റില്ലേ? കുടിക്കും, സമാധാനമായിട്ട് കുടിക്കും. ഗായത്രി, 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 ഒരു മിനിറ്റ്. അവനോട് ഇരുന്നോട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് സംസാരിക്കാം പ്ലീസ്. എനിക്ക് ലേറ്റ് ആവുന്നുണ്ട് റോഷൻ. നീ അവളെ വിട്ടാലേ പിന്നെന്താണ്? ആ, കാമുകനിരിക്കും, നമുക്ക് സംസാരിക്കാം. നീയാണോ റോഷനായിട്ടുള്ള മീറ്റിംഗ് സെറ്റപ്പ് ചെയ്ത്? അവൻ അടിപൊളിയോ മോളെ, നിങ്ങൾ തമ്മിൽ ചേരും. ഓക്കെ അല്ലേ? നിനക്കിപ്പോൾ തിരക്കൊന്നുമില്ല? ഉച്ചയ്ക്ക് വീട്ടിൽ പോണ്ടേ? എന്തു പറ്റി? നിന്നെ ഞാൻ ഒന്ന് കൊല്ലും.